ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ സെഷനിലേക്ക് നീങ്ങാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ടു ബി പ്രസന്റ് ഇൻ ദി മൊമെന്റ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അല്ലെ. നമ്മൾ എവിടെയാണോ അവിടെ തന്നെ, നമ്മളെ ബോഡി എവിടെയാണോ അവിടെ തന്നെ നമ്മളെ മൈൻഡും ഉണ്ടാവുക എന്നുള്ളതാണ് ടു ബി പ്രസന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടു ബി മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള വ്യക്തിക്ക് എപ്പോഴും കാമായിട്ടിരിക്കാൻ പറ്റും, എപ്പോഴും കാമായിട്ടിരിക്കാൻ പറ്റും. അവർക്ക് കാംനെസ് എന്ന് പറയുന്നത് അവരെ മനസ്സിനെ എപ്പോഴും നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ദേ ഹാവ് പ്രാക്ടീസ്ഡ് മൈൻഡ്ഫുൾനെസ് അല്ലെ. ഇപ്പൊ ബ്രൂസ്ലി പറയുന്ന ഒരു കാര്യമാണ് കാംനെസ് ഇസ് എ സൂപ്പർ പവർ. അപ്പം ആ കാംനെസ്സിൽ കുറെ സീക്രറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കും ആ കാംനെസ്സിലേക്ക് എത്താൻ പറ്റുക, നമുക്ക് എങ്ങനെയാണ് ആ കാംനെസ് കൈവരിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മളിങ്ങനെ ട്രൈ ഓക്കെ, നമ്മൾ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതിനുള്ള വഴികൾ നമ്മൾ തേടണം എന്നുള്ളതാണ്. സോ എപ്പോഴാണ് നമുക്ക് കാംനെസ് നഷ്ടപ്പെടുന്നത്, നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നാട്ടിലോ നമ്മുടെ ചുറ്റിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളെ മൈൻഡിന്റെ കാംനെസ് വിട്ടു പോവാറ് അല്ലെ. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളും പ്രശ്നങ്ങളായി മാറുന്നത് അല്ലെ. നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, ആ കാര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ, ആ കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോഴാണ് ആ ഓരോ കാര്യവും നമുക്ക് എന്തായി മാറുന്നത്? പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അത് നമ്മളെ നാട്ടിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചുറ്റിലുമായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു കാണുമ്പോൾ അത് നമ്മളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ബാധിക്കും, നമ്മുടെ മൈൻഡിന്റെ കാംനെസ്സിനെ ബാധിക്കും. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല പ്രതികരിക്കുന്നത് അല്ലെ. എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാവരെയും അത് ബാധിക്കുന്നില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നവർക്കാണ് ഈ കാംനെസ്സിൽ പ്രശ്നം വരുന്നത് അല്ലെ. ഈ പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തെ, തന്റെ മനസ്സിനെ ബാധിക്കുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് പലർക്കും മാറുന്നത്. എല്ലാവർക്കും പലപ്പോഴും അതൊരു പ്രശ്നമായി മാറണമെന്നില്ല. എന്നാൽ പലർക്കും അതൊരു പ്രശ്നമായി മാറുന്നത് അയാളുടെ മനസ്സിനെ ബാധിക്കുമ്പോഴാണ്. അങ്ങനെ മനസ്സിനെ ബാധിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അയാൾ ഒന്നെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കും. നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു വ്യക്തി ആ പ്രശ്നത്തിന് നേരെ റിയാക്ട് ചെയ്യും അല്ലെ. റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം അത് റിയാക്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാം. ഏത്? ഒന്ന് അയാളോട് ക്ഷോഭിച്ച് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ അയാളോട് വളരെ കാമായിട്ട് എന്തെല്ലാം സുഖല്ലേ എന്നൊക്കെ രീതിയിൽ അങ്ങനെയും സംസാരിക്കാം. നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത് മറ്റേ ആള് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും അല്ലെ. മറ്റേ ആള് നമ്മളോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. പൊതുവെ ദാറ്റ് ഇസ് എ റൂൾ. ഓക്കെ, അപ്പം പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മറ്റേ ആള് നമ്മൾ നമുക്ക് നമ്മുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനെ നമ്മൾ തീരുമാനിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാതിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. സോ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റിയാക്റ്റീവ് ആയിട്ട് പോവാറുള്ളത്. നമ്മൾ റെസ്പോണ്ടിങ് എന്ന മെക്കാനിസത്തിൽ നിന്ന് പൊട്ടിത്തെറിയിലേക്ക്, ബഹളം ഉണ്ടാക്കുന്നതിൽ, അടിപിടി ഉണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നതിലേക്ക് നമ്മൾ താനെ ഡൈവേർട്ട് ആയിട്ട് പോകുന്നത്. സോ ഇവിടെയാണ് നമുക്ക് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആക്ച്വലി വി ആർ ട്രൈങ് ടു കൺട്രോൾ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല കാര്യം നടക്കുന്നത് എന്നതിനാൽ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടി വി ആർ ട്രൈങ് ടു കൺട്രോൾ ദാറ്റ് സിറ്റുവേഷൻ. ആ ആ ഒരു ആ കൺട്രോളിംഗ് നിന്നിലാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പലതരത്തിലുള്ള റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കാനോ ദേഷ്യം പിടിക്കാനോ തല്ലുണ്ടാക്കാനോ നമ്മൾ നിൽക്കില്ല. കാര്യങ്ങളൊക്കെ നമ്മളെ വഴിക്ക് തന്നെയാണല്ലോ പോകുന്നത്. പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മളെ വഴിക്കല്ല കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ദെൻ there ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ചാടി കയറി എന്തെങ്കിലും രീതിയിൽ അവിടെ കച്ചറ ഉണ്ടാക്കും, എന്തെങ്കിലും രീതിയിൽ നമ്മൾ പ്രതികരിക്കും. അതായത് നമ്മുടെ ആവശ്യം നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നമ്മൾ അറിയിക്കും.
മറ്റുള്ളവർ അറിയാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും മോഡസ് ഓപ്പറാൻഡിലൂടെ നമ്മൾ അവരുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിരിക്കും. ഈ അവതരിപ്പിക്കുന്ന രീതി, ഈ ഒരു അവതരണ ശൈലിയാണ് പലപ്പോഴും നമുക്ക് വിനയമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്, വിനയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു ശൈലിയെ നമുക്ക് എങ്ങനെ ടീം ചെയ്ത് കൊണ്ടുവരാം? നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ വീട്ടിൽ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പം ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ആൾ കടന്നു വരികയാണ്. ഇയാളാണെങ്കിൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. ഏത് സമയം നോക്കിയാലും എപ്പോ വീട്ടിൽ പരിപാടി വെച്ചാലും ഇയാൾ എങ്ങനെങ്കിലും നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞിട്ട് ആ പരിപാടിന്റെ കറക്റ്റ് സമയത്ത് അയാൾ അവിടെ വന്നിരിക്കും. അത് നമുക്ക് അറിയുന്ന ആളായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുശലാന്വേഷണം പറയുന്ന ആളായിരിക്കും, വേണ്ടപ്പെട്ടവരായിരിക്കും. പക്ഷെ നമ്മളത് മാക്സിമം അയാളെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്തോറും അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ അന്നത്തെ ആ പരിപാടിക്ക് എത്തിയിരിക്കുന്നുള്ളത് ഉറപ്പായിരിക്കും. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവും അല്ലെ, ചിലപ്പോൾ നമ്മളെ ലൈഫിൽ, അതായത് ക്ഷണിക്കപ്പെടാതെ നമ്മുടെ വീട്ടിലെ ഒരു പരിപാടിയിലേക്ക്, ഒരു സൽക്കാരത്തിൽ, ഒരു ഫംഗ്ഷനിലേക്ക് അയാൾ കയറി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ എന്താണ് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. ആ വരുമ്പോ തന്നെ അയാളുടെ മുഖം കാണുമ്പോ തന്നെ, ഓ വന്ന് ഇയാളെ പൊതുവെയുള്ള സ്വഭാവം, ഇയാൾ എപ്പോ നോക്കിയാലും എങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞ് തിരിപ്പിക്കാൻ നോക്കിയാലും, അല്ലെങ്കിൽ എങ്ങനെ അയാളിൽ നിന്ന് വിടാൻ അയാളിൽ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അയാൾ ഇവിടെ എത്തിയിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് കരുതി എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ പറയും, കണ്ടില്ലേ ഇയാളെ ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നാലും ഇയാൾ വരും, ഒരു ഉളുപ്പുമില്ലാതെ ഇയാൾ കയറി വരും, അയാൾക്ക് എന്തിന്റെ കേടാണ്, വിളിക്കാത്ത വീട്ടിൽ ആരെങ്കിലും കടന്നു പോകുമോ എന്നൊക്കെ രീതിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് ഇയാള് വന്ന് കയറിയ ഒരു അനിഷ്ടം നമ്മളെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളോട് നമുക്കത് പ്രകടിപ്പിക്കാം. അയാളെ നമുക്ക് മൈൻഡ് ചെയ്യാതെക്കാം, അയാൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാം. സാധാരണ വീട്ടിലേക്ക് വരുന്ന എല്ലാ അതിഥികൾക്കും വെള്ളം കൊടുക്കും, പക്ഷെ നമ്മളായിട്ട് അയാളെ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, നമ്മളായിട്ട് അയാളെ വെള്ളം കൊടുക്കാൻ പോകുന്നില്ല, നമ്മളായിട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, ഫുഡ് വിളമ്പും അയാളെ ക്ഷണിച്ച് അവിടെ ഇരുത്തുന്നില്ല. ഇങ്ങനൊക്കെ രീതിയിൽ നമുക്ക് അയാളെ അവഗണിക്കാം, ഇങ്ങനൊക്കെ രീതിയിൽ നമുക്ക് അവിടെ റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അയാളോട് പറയാം, അല്ല നിങ്ങളിപ്പോ എന്തിനാ ഇവിടെ വന്നത്, നിങ്ങളിപ്പോ എങ്ങനെ അറിഞ്ഞു ഇവിടെ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കുത്തുവാക്കൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ സെറ്റ് ആക്കാം. അതായത് നമ്മുടെ അതൃപ്തി, നമ്മുടെ ഒരു ഡിസ്ലൈക്ക് നമുക്ക് അയാളെ വേണമെങ്കിൽ നമ്മൾ അറിയിക്കാം. ദിസ് ഇസ് വൺ ഓഫ് ദ മെത്തഡ്. എങ്ങനെ നമുക്ക് പല രീതിയിലും നമുക്ക് ഒരാളെ കൈകാര്യം ചെയ്യാലോ. ഈ രീതിയിൽ ഇത് മറ്റുള്ളവരോടും പറഞ്ഞ് അയാളോടും പറഞ്ഞ് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പം ഇയാൾക്ക് നമുക്കതൊരു പ്രശ്നമായിട്ടുണ്ട് എന്ന് തോന്നിയാലോ, ഓഹോ അവള് ഞാന് ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് കയറിയതാണ്, അപ്പൊ അവള് ഇങ്ങനൊക്കെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് നല്ലോണം നിന്നാ പോരെ, പറഞ്ഞാ പോരെ, എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്നത്, നല്ലോണം ഒന്ന് പറയുന്നതിന് എന്താ ഇപ്പൊ ബുദ്ധിമുട്ട്, ഞാനൊന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു ഇവിടെ ഉള്ളതൊക്കെ തീർന്നു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് അയാളുടെ ഉള്ളിലും എന്തുണ്ടാവും, ഒരു ട്രിഗർ വരും. പിന്നെ അയാൾക്ക് തോന്നുകയാണ്, ഇവളിപ്പോ എന്നോട് ഇന്നെ അവഗണിച്ചു, ഇന്നെ കുറ്റപ്പെടുത്തി, അതുകൊണ്ട് എന്തായാലും ഈ പരിപാടി കോളമാക്കിയിട്ട് ഞാൻ ഇവിടെ പോകും. അല്ലെ, അപ്പൊ അയാളുടെ നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അവിടെ അതൊക്കെ അയാൾ അവിടെ ചെയ്തു തീർക്കും. അപ്പൊ ആക്ച്വലി നമ്മളെ അടുത്ത് നിന്ന് വരുന്നുള്ള ഒരു റിയാക്ഷൻ, ഒരു പ്രശ്നമായി നമ്മൾ വിളിക്കാതെ വന്ന് കയറിയ ഒരു അതിഥി അവിടെ മാക്സിമം എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ അലമ്പ് ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ പരിപാടി കഴിഞ്ഞിട്ട് അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പരിപാടി കഴിഞ്ഞിട്ട് അയാളെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ ഇതേപോലെയാണ് നമ്മളെ കൺട്രോളിൽ, അതായത് നമ്മളെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ അത് നമ്മളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ, ഇപ്പൊ നമ്മളെ കൺട്രോളിലല്ലല്ലോ ഇയാൾ വന്ന് കയറിയത്, ഇപ്പൊ നമ്മളെ കൺട്രോളിലാണ് അല്ല, അയാൾ നമ്മൾ പറയാതെ നമ്മൾ വിളിക്കാതെ വന്ന് കയറിയ ഒരു അതിഥിയാണ്. ഇതേപോലെയാണ് നമ്മളെ ലൈഫിലും പല പ്രശ്നങ്ങളും, നമ്മൾ ആഗ്രഹിക്കാതെയാണ് പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ ക്ഷണിക്കാതെയാണ് വരുന്നത്. എന്തിനാ ഇപ്പൊ വന്നത് നമ്മൾ തന്നെ ചിന്തിക്കുന്നത്, ഞാനിപ്പോ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ പ്രശ്നം എന്റെ ലൈഫിലേക്ക് വന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അപ്പൊ ഇത് എനിക്ക് വേണ്ടാത്ത ഒരു അനുഭവമാണ്, എനിക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ് എന്ന് കണ്ടിട്ട് നമ്മൾ ആ പ്രശ്നത്തെ പോയിട്ട് ചൊറിയാൻ നിന്നാല്, ആ പ്രശ്നത്തിന്റെ മുകളിൽ കയറുന്ന കളിക്കാൻ നിന്നാല് ആ പ്രശ്നം അവിടെ കൂടുതൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അതാണ് പ്രശ്നത്തിന്റെ ഉദ്ദേശം. ദാറ്റ് ഈസ് നമ്മൾ അവിടെ ആ ഒരു പ്രശ്നത്തിനെ കൺട്രോൾ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് വന്നു കയറിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോയി നമുക്ക് ആ പ്രശ്നത്തിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനെ നമ്മൾ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ പോയാൽ അത് അൺകൺട്രോളബിൾ ആയിട്ട് റിയാക്ട് ചെയ്യും. ഏതുപോലെ കെമിസ്ട്രിയിൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ പഠിക്കില്ല. അതൊരു അൺകൺട്രോൾഡ് ആയാൽ പിന്നെ ഇങ്ങനെ ടപ്പടപ്പടപ്പടപ്പടേന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വന്നു, ഇപ്പൊ അയാൾ വിളിക്കാണ്ട് വന്നാണ്, ഇപ്പൊ എന്ത് ചെയ്യാൻ, അയാൾക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, അയാൾക്ക് അന്തവും കുന്തവും ഇല്ല, എത്ര പറഞ്ഞാലും ഉളുപ്പില്ലാത്ത സാധനം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, കണ്ടില്ല എന്ന് അങ്ങോട്ട് നടിക്കാം. അയാള് വരുന്നു, അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ അയാള് എന്ത് ചെയ്യാ, വേണ്ട എന്താണ്, നിങ്ങൾ എന്താണ് വേണ്ടത്, എങ്ങനെയാണോ അല്ലെ, എങ്ങനെയൊക്കെ, എന്തൊക്കെയാണ് സുഖം വിശേഷം ഒക്കെ അടിപൊളിയല്ലേ എന്നൊക്കെ രീതിയിൽ ജസ്റ്റ് ഒന്ന് മൈൽഡ് ആയിട്ട് ഒന്ന് പരിഗണിച്ച്, ഓക്കെ, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് പോയിക്കോളി എന്നൊക്കെ രീതിയിൽ നമ്മൾ മൈൽഡ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അയാൾക്കും തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ, ആ, സപ്പ ഞാൻ വിളിക്കാതെ വന്നാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആണ് നല്ല കുറച്ച് ഡീസന്റ് ഒക്കെ ആയിട്ട് നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പോവാന്നുള്ള മൂഡിലായിരിക്കും അയാളുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ അയാളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അയാളും കുറച്ച് ഡീസന്റ് ആയിട്ടായിരിക്കും അവിടെ ഇരിക്കുക. അയാൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാക്കാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും മിണ്ടാതെയും പറയാതെയും എന്താ വെച്ചാല് പോകും. വേണമെങ്കിൽ നമുക്ക് പോകുമ്പോ അയാൾക്ക് പാർസലും കൂടി കൊടുത്താൽ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓ, ഞാൻ ഇങ്ങനൊക്കെ ചെന്നിട്ടും ഇവരെ വെറുപ്പിക്കാൻ വേണ്ടി ചെന്നിട്ടും ഇവർ എന്നോട് നല്ലോണാണല്ലോ, അവിടെ അധികം വലിയ ഇതൊന്നും ഉണ്ടാക്കാതെ വേഗം ഇവിടുന്ന് പോവാം എന്നുള്ള മൂഡിലായിരിക്കും അയാൾക്ക്. ഇതേപോലെ നമ്മളെ ലൈഫിലേക്ക് വരുന്ന പ്രശ്നത്തെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനെ അലൗ ചെയ്യുകയാണെങ്കിൽ, നമ്മളെ കൺട്രോളിലല്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അതിനെ സ്വീകരിച്ച് ഇരുത്തി, എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്, എന്താണ് പ്രശ്നം, ഞാനായിട്ട് ഇനി എന്തെങ്കിലും ചെയ്ത് തരേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ നമ്മളെ ലൈഫിലേക്ക് അലൗ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നം തന്നെ ഒരു പ്രശ്നമാവാതെ നമ്മളെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പലപ്പോഴും നമ്മളെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രശ്നത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. അതായത് കൺട്രോൾഡ് അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വേണ്ടാതെ അവിടെ കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഓക്കെ, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പോകരുത്. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, അതൊരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൂഡിലേക്ക് അത് പോകും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് ആ സിറ്റുവേഷനെ വളരെ സമചിത്തത്തോട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കാമോട് കൂടിയിട്ട് നമുക്ക് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്, ആ, ഈ പ്രശ്നത്തിന്റെ സോഴ്സിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ അതായത് സോറി, ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷനിലേക്കാണ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പകരം അതിന്റെ സോഴ്സിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാനിപ്പോ ഈ പറഞ്ഞ അതിഥി ഇയാളിപ്പോ എവിടുന്ന് വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന്റെ സോഴ്സിലേക്ക് നമ്മൾ ചിന്തിക്കാൻ ആ ഒരു പ്രശ്നം മാത്രമായിരിക്കും നമ്മളെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരു സോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, എന്തായാലും വന്നല്ലോ, എന്നാ പിന്നെ ഇയാൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതിനെന്താണ് ഒരു പരിഹാരം, ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ ഓൾവേസ് ഫോക്കസ് ഓൺ ദി സൊല്യൂഷൻ പാർട്ട്. നമ്മളിലേക്ക് ഒരു കാര്യം വരുമ്പോൾ, എന്ത് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് എന്ത് പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും, എന്ത് പരിഹാരത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ തോട്ട് പ്രോസസ്സ് നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷന് വളരെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ സിറ്റുവേഷനെയും നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതായത് സൊല്യൂഷനിലേക്ക് നോക്കണം. നമ്മളെ ലൈഫിലേക്ക് വരുന്ന ഓരോ കാര്യത്തിനും ആ ഒരു സൊല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് പരിഹാരം, കറക്റ്റ് സൊല്യൂഷൻ, കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് പകരം ഇതിപ്പോ എവിടുന്ന് വന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു പാമ്പ് കയറി വരികയാണ്. പാമ്പിനെ കണ്ടാലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഇതിപ്പോ ഇങ്ങനെ കയറി വന്നു, ആരാണ് ഇവിടുത്തെ ജനൽ തുറന്നിട്ട്, ആരാണ് ഇവിടുത്തെ വാതിൽ തുറന്നിട്ടത് ഉള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചെകയാൻ നിൽക്കുകയാണെങ്കിൽ ആ ചെകയിലേ അവിടെ ഉണ്ടാവുള്ളൂ.
പകരം ആ പാമ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ എന്ത് എടുക്കണം, എന്ത് ആക്ഷൻ ആണ് എന്റെ മുന്നിൽ വേണ്ടത്, ഞാൻ എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ പാമ്പ് വന്നാൽ പാമ്പിനെ പിടിക്കാൻ ആളെ വിളിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് പാമ്പ് എങ്ങനെ വന്നു, ഇതിലൂടെ വന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്. വന്നു ചേർന്ന സാധനത്തിന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കാനാണ് നമ്മൾ. അപ്പൊ ആ ഒരു സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവിടെ കാംനെസ് വരിക. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും, പരിഭ്രമിച്ചുകൊണ്ടിരിക്കും, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ബാധിക്കും, നമ്മുടെ കാംനെസ്സിനെ, നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ അത് വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മൈൻഡ് സെറ്റ് കൊണ്ടുവരാം? ഈ സൊല്യൂഷൻ മൈൻഡ് സെറ്റ്, പരിഹാരത്തിലേക്ക് നോക്കുന്ന ഒരു മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആവണം, അല്ലെ? നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും നമ്മുടെ മൈൻഡിനെ നമുക്ക് ഫ്രീ ആക്കി വെക്കണം. ഈ ഇങ്ങനെ ഫ്രീ ആക്കി വെക്കുന്നതിനാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് നമ്മളെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ, ഒരാളിപ്പോ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയണേ, എന്ത് പണിയാടോ നീ ചെയ്തത്, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നീ ചെയ്തത് വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു നെഗറ്റീവ് കമന്റ് നമ്മളിലേക്ക് ഇടുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മുടെ വർക്ക്ഷോപ്പിൽ പറയുന്ന കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അങ്ങനത്തെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആരെങ്കിലും വന്ന് ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? സേ ജസ്റ്റ് ക്യാൻസൽ, 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 ക്യാൻസൽ. അതാണ് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ എന്താണോ അവർ ഇട്ട് തരാൻ നോക്കിയത്, ആ ഇട്ട് തരാൻ നോക്കിയ കാര്യം അവരെന്ത് ചെയ്യും? അത് നമ്മളെ ഉള്ളിലേക്ക് കയറാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ നിർത്താം എന്നുള്ളതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷെ ഇതിലും ഡീപ്പർ ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യാറ്. നമ്മൾ മെഡിറ്റേഷനും വേറെ ടൂൾസും എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മളെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ കയറിപ്പോയ പല കാര്യങ്ങളെയും, അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ ഒരു 21 days നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഭയങ്കര ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും, നമ്മൾ ഭയങ്കര ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതൊരു 41 ദിവസത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിലോ, ആ 41 ദിവസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇനി അതൊരു 100 days നമ്മൾ ആ ചലഞ്ച് കൊണ്ടുപോകുന്നെങ്കിൽ, ദെൻ വി ആർ കംപ്ലീറ്റ്ലി ഗെറ്റിംഗ് ട്രാൻസ്ഫോം. ഒരു കൊക്കൂണിൽ നിന്നും ബട്ടർഫ്ലൈ എങ്ങനെയായി വരുന്നു, അതേപോലെ നമ്മുടെ ലൈഫിനെ നമുക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിലൂടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെത്തി ഒഴിവാക്കുക. നമ്മളൊരു ശില്പത്തെ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ കൊത്തുകാരൻ എന്താ ചെയ്യുന്നത്? ആ കല്ലിൽ നിന്നും വേണ്ടാത്ത കുറേ ഭാഗങ്ങൾ എടുത്ത് കൊത്തി 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 ഒഴിവാക്കി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ മൈൻഡ് വർക്ക് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത്. നമ്മളിൽ കടന്നുകൂടിയ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെത്തി 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 ചെയ്ത് വന്നു നമ്മളൊരു ബ്യൂട്ടിഫുൾ ശില്പമായിട്ട് മാറും, നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. അതായത് നമ്മളെ മൈൻഡിനെ നമ്മൾ ഡീടോക്സ് ചെയ്യുക, നമ്മളെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ നമുക്ക് വ്യക്തതയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി കാണാനും, ആ ക്ലാരിറ്റിയിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പരിഹാരത്തിലേക്ക് എത്താൻ പറ്റും, ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ള, ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? പലപ്പോഴും പലരും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നം കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം കഴിഞ്ഞിട്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ 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 ലെയർ ലെയർ ആക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, അട്ടിക്കട്ടിക്ക് വെക്കുക എന്നറിയില്ല. ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ എന്താ, ഒരു പോയിന്റിൽ അങ്ങനെ എത്തി 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 കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ഒന്നായിട്ട് കൂടി വികലായിരിക്കും ചെയ്യാം. ഇതേപോലെയാണ് നമ്മളെ ലൈഫിലുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ, ആ സാരല്ല പോട്ടെ, ഇത് ഇങ്ങനെയല്ലേ വെച്ചാൽ നമ്മൾ അവിടെ സപ്രസ് ചെയ്ത് വെക്കും, നമ്മളെ ഇമോഷൻസിനെ നമ്മൾ അവിടെ സപ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ പ്രശ്നത്തിന്റെ പുറമെ വേറൊരു പ്രശ്നം വരും, അതും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർത്ത് നമ്മുടെ ഒരു ആശ്വാസത്തിന് അതും ഇതും ഒക്കെ പറഞ്ഞു തീർത്ത് എന്നിട്ട് പിന്നെയും അതിന്റെ മുകളിൽ വെക്കും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നായി 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 വരികയും, ആ ഓരോന്ന് വരുന്നത് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുകയും ചെയ്താൽ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതൊരു കൂമ്പാരമായിട്ട് മാറും. കൂമ്പാരമായി മാറി 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 നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ട പോലെ അവസാനം ഇതൊരു പൊട്ടിത്തെറിയായിരിക്കും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ഇങ്ങനെ കൂമ്പാരമായിട്ട് വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കി വെക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമുക്ക് മൈൻഡിൽ ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പൊ ഈ ചെറിയ കുട്ടികളെ കയ്യിൽ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവരത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ഫിംഗറിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടും അല്ലെ? വലിച്ചു നീട്ടി എത്രത്തോളം മാക്സിമം വലിച്ചു നീട്ടാൻ പറ്റും അത്രത്തോളം നീട്ടിയിട്ട് പിന്നെ ഒരൊറ്റ വിടലായിരിക്കും.
ഫോർ ഫൺ. അവർക്ക് തമാശക്ക് ചെയ്യുന്നതാ. അപ്പൊ ഇങ്ങനെ വലിച്ചു നീട്ടി അവർ ഒറ്റ വിടൽ വിടുമ്പോൾ അത് തിരിച്ചു വന്ന് കൊള്ളുന്നത് അവിടെ ഈ ഫിംഗറിലേക്കായിരിക്കും. ഈ ഫിംഗറിൽ വന്ന് കൊള്ളുമ്പോൾ എന്താണ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഇതേപോലെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു അവസാനം ഒരു പൊട്ടിത്തെറിയിൽ വരുമ്പോൾ ആ പൊട്ടിത്തെറിയിൽ ആക്ച്വലി പെയിൻ അനുഭവിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കുന്നത്. നമ്മളാണ് ആ പെയിനിലൂടെ കടന്നു പോകുന്നത്. നമ്മളാണ് കിടന്ന് കരയുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും ദേഷ്യം എല്ലാം. ഇതിന്റെ എല്ലാത്തിനെയും ഗുണഭോക്താവ് ആരാണ്? നമ്മൾ തന്നെ. നമ്മളാണ് എല്ലാത്തിന്റെയും ഗുണഭോക്താവ്. അപ്പം നമ്മൾ തന്നെ എല്ലാത്തിന്റെയും ഗുണഭോക്താവായ നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. എന്നിട്ട് നമ്മൾ എങ്ങനെ കഴിയും? ഓ, എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് നമ്മൾ കരഞ്ഞു തീർക്കുകയും ചെയ്യും. ബട്ട് ദിസ് ഇസ് നോട്ട് ദ വേ. ഇതല്ല വഴി, ഇതല്ല ശരിയായ വഴി, ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്ലിയർ അവർ മൈൻഡ്. നമ്മളെ മൈൻഡ് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്ത് വിടും. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമോ അല്ലെങ്കിൽ 21 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ അങ്ങനെയല്ല എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ആക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ മൈൻഡിന് സ്ട്രെങ്ത് കിട്ടും. നമ്മളൊരു ജിമ്മില് മസിൽ ബിൽഡ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ശരീരം ഫിറ്റ് ആക്കാൻ പോയാൽ അവിടെ മസിൽ ബിൽഡപ്പ് ചെയ്യാണ്. അവിടെ മസിൽസ് സ്ട്രോങ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ നാച്ചുറലി ഇറ്റ് ഗെറ്റ് സ്ട്രോങ്, അല്ലെങ്കിൽ നാച്ചുറലി ഇറ്റ് ഗെറ്റ് സ്ട്രെങ്തൻഡ്. ഇങ്ങനെ സ്ട്രെങ്തൻഡ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ കാം ആയിട്ട് റിലാക്സ് ചെയ്ത് ഓരോ പ്രശ്നത്തിന്റെയും അതിന്റെ റൂട്ട് കോസ് അറിഞ്ഞുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ബോഡിയിൽ എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോ ഒരു ദിവസം നമ്മൾ രാത്രി റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം പക്ഷെ നമ്മളെ ബോഡിക്ക് പറ്റിയില്ല. ഓക്കെ, നമ്മളെ ബോഡിക്ക് പറ്റില്ല. അപ്പൊ അത് ആ ബോഡി എങ്ങനെയാ റിയാക്ട് ചെയ്യാം? പിറ്റേന്നാവുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടം വരെ നമ്മൾ അറിയുന്നു, ഇവിടം വരെ നമുക്ക് റോളല്ലോ. നമ്മൾ ചവച്ചരച്ച് നമ്മൾ ഈ തൊണ്ടക്കുഴിയിലൂടെ ഇറക്കുന്നത് വരെ വി നോ ദാറ്റ് വി ആർ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കോൺഷ്യസ് ബോധത്തോട് കൂടിയിട്ടാണ്. പക്ഷെ ഇവിടുന്ന് ശേഷം നമ്മൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. ബാക്കി ഫുള്ള് നമ്മളെ ഉള്ളിലുള്ള ബോഡിയാണ് ചെയ്തത്. അതിനെ വെട്ടുന്നു, നുറുക്കുന്നു, ജ്യൂസാക്കുന്നു, പല ഭാഗത്തായിട്ട് പമ്പ് ചെയ്യുന്നു, മിനറൽസും ന്യൂട്രിയൻസും വെള്ളമൊക്കെ വേർതിരിച്ചെടുത്ത് എന്താണ് അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ അതൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഇവിടം വരെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അത് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അത് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡി അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ബോഡിയിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ വന്നു ചേർന്നാൽ ബോഡി എന്ത് ചെയ്യും? ദാറ്റ് റിയാക്ട്സ്. ബോഡി അത് റിയാക്ട് ചെയ്തിട്ട് ബോഡി അത് ഒഴിവാക്കാൻ നോക്കും. ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല. എനിക്ക് വേണ്ടാത്ത കാര്യം എനിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല, എനിക്ക് വെച്ച് പുലർത്താൻ പറ്റില്ല. ഐ വോണ്ട് ടു അവോയ്ഡ് ദിസ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ ത്രോ ചെയ്യണം, എടുത്ത് ഒഴിവാക്കണം എന്നുള്ള രീതി ബോഡി റിയാക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും ബോഡി റിയാക്ട് ചെയ്യുക? ആദ്യം നമുക്കൊരു സിംറ്റം തരും, വയറുവേദന അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ബോഡി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഒന്നെങ്കിൽ വോമിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വിടും, അതല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് പുറത്തേക്ക്. ഏതെങ്കിലും വിധേന ഈ ബോഡി ഈ സാധനം എങ്ങനെയെങ്കിലും അതിന്റെ ശരീരത്തിൽ നിന്നും അത് കൊണ്ടും ഒരിക്കലും അത് എന്ത് ചെയ്യുക? അത് അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. ദാറ്റ് ഇസ് ബോഡി. അതിന്റെ ഉള്ളിൽ ഈ ബോഡിക്ക് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട്. എന്ത്? അതിന്റെ ബോഡി ആ ബോഡീനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു നിന്നും വന്നു ചേരുകയാണെങ്കിൽ അത് പുറന്തള്ളാനുള്ള ഒരു ഇൻബിൽഡ് മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡിനും ആ ഇൻബിൽഡ് മെക്കാനിസം വേണ്ടേ? നമ്മുടെ മൈൻഡിന്റെ പ്രത്യേകത എന്താ എന്ന് വെച്ചാല് ഈ മൈൻഡിലെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും വന്ന് കയറാനുള്ള ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച പോലെ നാച്ചുറലി നമ്മൾ അങ്ങനെയാണ് വളരുന്നത്. അപ്പൊ അങ്ങനെ വളർന്ന സ്ഥിതിക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് എന്തും വന്ന് ചേരും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേലി കെട്ടിയിട്ടില്ലെങ്കിൽ, ഒരു ഫിൽട്ടർ ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വന്ന് ചേരാം. അപ്പൊ ഇതൊരു പ്രായം വരെ നമ്മൾ അൺകോൺഷ്യസ്ലി അത് അങ്ങനെ പോകും. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം എനിക്ക് എന്താണോ വേണ്ടത്, എനിക്ക് എന്താ വേണ്ടാത്തത്. എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് നമ്മൾ പുറന്തള്ളാൻ നമ്മൾ പഠിക്കണം. ദാറ്റ് ഇസ് എ കോൺഷ്യസ് എഫോർട്ട്. അത് നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ മനഃപൂർവ്വം എടുക്കേണ്ട ഒരു ഡെലിബറേറ്റ് ആക്ഷൻ ആണ്. നമ്മൾ അതിന് കോൺഷ്യസ്, അതാണ് നമ്മൾ റീപ്രോഗ്രാമിങ്ങിലൂടെ ചെയ്തത്. അതാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യാണ്. ബൈ ജേർണലിംഗ്, ബൈ മെഡിറ്റേഷൻ, ബൈ അഫർമേഷൻ, അങ്ങനത്തെ കുറെ ടൂൾസ് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അത് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്ലിയറിങ് അവർ മൈൻഡ്. അതിന് കോൺഷ്യസ് എഫേർട്ട് തന്നെ വേണം.
കാരണം നമ്മുടെ മൈൻഡിന് എന്തും സ്വീകരിക്കാനുള്ള കഴിവ്, നമ്മുടെ മൈൻഡ് രണ്ടായിട്ട്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിടന്നിട്ട്, ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അതിലേക്ക് പല കാര്യങ്ങളും കയറി പോയിട്ടുണ്ടാവും. ആ പല കാര്യങ്ങൾ കയറി പോയതിന്റെ ഫലമായി അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ അടിഞ്ഞു കൂടിയത് നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ ദെൻ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള കോൺഷ്യസ് എഫേർട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മൈൻഡ് റീപ്രോഗ്രാമിംഗ് വേണം എന്ന് പറയും. സോ നമ്മുടെ ഈ വേണ്ടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഇറ്റ് ഇസ് ത്രൂ തോട്ട്സ്. തോട്ട്സിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സൊരു ആകാശമാക്കി വെക്കുകയും നമ്മുടെ തോട്ട്സ് കുറെ ക്ലൗഡ്സ് ആക്കി മേഘങ്ങളാക്കി വെക്കുകയും ചെയ്ത നമുക്ക് തന്നെ അറിയാം അല്ലെ, ആകാശത്തേക്ക് വാച്ച് ചെയ്താൽ എല്ലാ ദിവസവും എല്ലാ സമയവും ഒരേപോലെയല്ല ആകാശം. ചില സമയത്ത് ഭയങ്കര എന്തായിരിക്കും, ക്ലിയർ ആയിട്ടായിരിക്കും. ചില സമയത്തും ഭയങ്കര എന്താണ്, ക്ലൗഡി ആയിരിക്കും, അതായത് മൂടി കെട്ടിയിട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമായിരിക്കും. ചില സമയത്ത് ഭയങ്കര മഴ പെയ്യായിരിക്കും, ചിലപ്പോൾ ഇടിയും മിന്നലൊക്കെ ആയിട്ട്. പല രീതിയിലാണ് ആകാശത്ത് പല സ്റ്റേറ്റ് എന്നുള്ളത്. ഇതേപോലെയാണ് നമ്മളെന്ന മൈൻഡിലുള്ള നമ്മുടെ തോട്ട്സിന്റെയും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ചില സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഈ മഴ പെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യാ, മഴ പെയ്യരുത്, ഇത് എനിക്കിപ്പോ മഴ വേണ്ട, എനിക്കിപ്പോ ഒരു കല്യാണത്തിന് പോകാനുണ്ട്, എന്റെ ഡ്രസ്സൊക്കെ മുഷിയും, ഇപ്പൊ മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ആകാശം കേൾക്കോ, അല്ല മേഘം കേൾക്കോ? ഇല്ല, മേഘത്തിന് അതിൻ്റെതായ റോൾ ഉണ്ട്, അത് അവിടെ അങ്ങനെ ചെയ്യും. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യം നമ്മുടെ കയ്യിലല്ല. മഴ പെയ്യിപ്പിക്കുന്നത് ഞാനല്ല, മഴനെ എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. സോ ദാറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുക? നമ്മൾ മഴ പെയ്യാണെന്ന് കണ്ടാലും നമ്മൾ നാച്ചുറൽ എന്ത് ചെയ്യും, ഒരു കുട എടുക്കും, വേണമെങ്കിൽ ചിലപ്പോൾ ഒരു കുട എക്സ്ട്രാ എടുക്കും, ഒന്ന് വലുപ്പത്തിൽ എടുക്കും. എന്റെ ശരീരത്തിൽ എവിടെയും മഴ ഇല്ലാതെ ചളി തെറിക്കാതെ എങ്ങനെ ആ കല്യാണത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കുട നമ്മൾ കയ്യിൽ എടുക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, നമ്മളെ പ്രിപ്പയർ ചെയ്യും. ഇതേപോലെ നമ്മളെ തോട്ട്സ്, നമ്മളെ മനസ്സിലൂടെ പോകുന്ന പല തോട്ട്സുകളും പലതിലും 80% നെഗറ്റീവ് തോട്ട്സ് ആണ് പറയാം. അപ്പൊ ഈ വരുന്ന 80 തോട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരിക്കലും രണ്ടാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അതിലൊരാൾ ബോക്സറാണ്, ഒരാൾ അയാളെ ഫ്രണ്ട് ആണ്. അപ്പൊ ബോക്സറിന്റെ ബോഡി എന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല കരുത്തൊക്കെ ഉള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ബോഡി ഉള്ള ആളായിരിക്കും. അപ്പൊ ഇയാള് ഇങ്ങനെ ഇപ്പം ബോക്സർ അല്ലാതെ അയാൾ ഇങ്ങനെ ബോക്സറോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ ഇങ്ങനെ കളിയും തമാശയൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ഈ ബോക്സറെ ഈ വയറിന് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ഇടി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അയാൾക്ക് ഭയങ്കര വേദനയായി. അപ്പൊ അയാൾ നിലവിളിച്ചു, എന്ന് പറഞ്ഞിട്ട് അയാൾ നിലവിളിച്ചു. അപ്പം ഇങ്ങനെ നിലവിളിച്ചപ്പം അയാൾ പറയും, ഈ ഒരു ബോക്സർ ഒക്കെ അല്ലേ, അനക്ക് ഭയങ്കര കരുത്തൊക്കെ ആണല്ലോ, നീ ഭയങ്കര ബോഡി ഒക്കെ ഉള്ള ആളല്ലേ, അനക്കൊക്കെ ഇങ്ങനെ പെയിൻ ഉണ്ടാവാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഒന്നിങ്ങനെ ചിരിച്ചു. പിന്നെ അവരിങ്ങനെ സംസാരം ഇങ്ങനെ തുടർന്നുണ്ട്. അപ്പൊ ഈ സംസാരം തുടർന്ന സമയത്ത് പിന്നെ ഇയാൾ എന്ത് ചെയ്തു, ഈ ബോക്സറെ വയറിൽ ഒന്നും കൂടെ പോയി ഇടിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഇടിച്ചപ്പം ഈ ഇടിച്ച ആളെ കൈയാണ് വേദനയായത്, ബോക്സർക്ക് വേദന ആയില്ല, ബോക്സർ കരഞ്ഞില്ല. കാരണം എന്താ, അയാൾ ആദ്യം പ്രിപ്പയർഡ് ആയിരുന്നു. എങ്ങനെ, അയാളുടെ അബ്ഡോമിനലിന്റെ പോർഷൻ, അതായത് വയറ് ഭാഗത്തൊന്ന് കോൺട്രാക്ട് ചെയ്ത് വെച്ച്. അങ്ങനെ വെച്ചപ്പോൾ ഇയാളുടെ കൈ വേദനിച്ചു. അപ്പം ഇയാൾ പ്രിപ്പയർ ചെയ്തു, വരാൻ പോകുന്ന ഒരു പ്രശ്നത്തെ മുൻകൂട്ടി കണ്ട് അയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അയാൾക്ക് ആ പെയിന് വന്നില്ല. ഓക്കെ, അതുകൊണ്ട് അയാൾക്ക് അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഇതേപോലെയാണ് പലപ്പോഴും നമ്മളും ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെയ്യേണ്ടതും ഇതേപോലെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ മഴ വരുമ്പോൾ നമ്മൾ മഴ വരല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ എന്ത് ചെയ്യണം, നമ്മൾ കുട എടുക്കാനാണ് പോവുക അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മളെ മൈൻഡിലേക്ക് കയറി വരുന്ന വേണ്ടാത്ത കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനും പ്രതിരോധിക്കാനും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഒരു മതിൽ കെട്ടണം, ഫെൻസ് വെക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈൻഡ് ക്ലിയർ ആക്കാനും കുറച്ച് കാര്യങ്ങൾ, മൈൻഡ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഏർപ്പെടാനും നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൊല്യൂഷനിലേക്ക് പറഞ്ഞു വരുന്നത്, നമ്മൾ സൊല്യൂഷൻ പോയിന്റിലേക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് ക്ലിയർ ആക്കണം. മൈൻഡ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ തെരഞ്ഞു പോകുന്ന ആൾക്കാര് ആദ്യം എന്താണ് പൊതുവെ ചെയ്യാറുള്ളത്? അങ്ങനെ നമുക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിന് ഒരു സജഷൻ വേണമെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിക്കും. അത് നമ്മുടെ കൂട്ടുകാരാവാം, ഒന്നുകിൽ നമ്മുടെ പാരന്റ്സ് ആവാം,
അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരോടാവാം. കാരണം അഭിപ്രായം നമ്മൾ കൂടിക്കാഴ്ച നടത്തണം, മുഷാവറ നടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ സജഷൻ ചോദിക്കാൻ പോകുമ്പോൾ, നമ്മൾ ചോദിക്കാൻ പോകുന്ന ഈ പ്രശ്നത്തിന് വേണ്ടി സൊല്യൂഷൻ കണ്ടെത്താൻ പോകുമ്പോൾ ഈ സൊല്യൂഷൻ തരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നും കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ കാണണം. ഇപ്പൊ ഈ സൊല്യൂഷൻ തരാൻ പാകത്തിനുള്ള എക്സ്പേർട്ട് ആയിട്ട് പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണോ നമുക്ക് ഈ ഉത്തരങ്ങൾ തരാൻ പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ഇതിന് പാകപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല നമുക്കത് തരുന്നതെങ്കിൽ നമ്മൾ വഴിതെറ്റാനുള്ള സാധ്യത ഉണ്ട്, നമ്മൾ തെറ്റായ തീരുമാനത്തിലേക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ട്, നമ്മൾ ശരിയായ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പം ഒരു ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിഹാരം തേടി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചോദിക്കുന്ന ആൾ ആപ്റ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദ ബെസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ഇസ് അവർ ഡിവൈൻ. നമ്മളെ ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ശരിയായ ഗൈഡൻസ് എപ്പോഴും, നമുക്ക് സൊല്യൂഷൻ എപ്പോഴും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ്, ദ ക്രിയേറ്ററിൽ നിന്നാണ്. അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ക്രിയേറ്ററുമായിട്ട് കൂടി ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ, ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ നമുക്ക് ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻ, ശരിയായ രീതിയിലുള്ള ഗൈഡൻസ്, ശരിയായ രീതിയിലുള്ള ഇന്നർ കോച്ചിങ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും പലർക്കും ഈ ഒരു തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാൻ പറ്റാറില്ല. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രശ്നം ഉണ്ടായാലും പിന്നെ അവിടെ എന്താണ്, എല്ലാവരോടും പറഞ്ഞു നടക്കും, എല്ലാവരിൽ നിന്നും അഭിപ്രായം ചോദിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശരിയായ രീതിയിൽ ചോദിക്കേണ്ട ആളടുത്ത് കണക്ട് ചെയ്യാതെ ആ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക്, ക്രിയേറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാതെ ബാക്കി എല്ലാവരോടും നമ്മൾ പോയി ചോദിക്കും. ശരിക്കും ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മളെ ഡിവൈൻ സോഴ്സുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. ആ ഡിവൈൻ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവനിൽ നിന്നും സൊല്യൂഷൻ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, പറയും, പിന്നെ പഠിച്ചവനും കൂടെ നേരിട്ട് വന്നിട്ട് പ്രശ്നം കൂടെ സോൾവ് ആക്കി തരികയാണല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ അതിൻ്റെതായ ആൾക്കാരടുത്ത് തന്നെ പോകണം. യെസ്, നമ്മൾ അതിൻ്റെതായ ആൾക്കാരടുത്ത് തന്നെ പോകണം. പക്ഷെ ഏത് ആൾക്കാരിലേക്കാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്ന് വഴി കാണിച്ചു തരാൻ കെൽപ്പുള്ളവൻ ആരാണ്? ആ ഡിവൈൻ കണക്ഷൻ ആണ്. നമ്മൾ ആ ഡിവൈൻ കണക്ഷനുമായിട്ട്, ഇപ്പൊ ഒരു കഥ ഉണ്ട്. അതായത് കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരാളാണ്, ചെറിയൊരു ബോട്ടിൽ മീൻ പിടിക്കാൻ പോയി. അപ്പം പോയപ്പോ ഭയങ്കര കടൽ ശാന്തമായിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മീൻ പിടിക്കാൻ പോയപ്പോ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി, ഭയങ്കര കൊടുങ്കാറ്റ്, കടൽക്ഷോഭം, തിരയൊക്കെ ഭയങ്കര ഫാസ്റ്റിലൊക്കെയാണ് വരുന്നത്. അയാളെ ബോട്ട് മറിഞ്ഞ് അയാള് വെള്ളത്തിലെ, എങ്ങനെക്കോ അയാളെ ബോട്ടിൽ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ നിന്ന്. ഓക്കെ, ആ ഒരു സമയത്ത് അയാൾ ഭയങ്കര ദൈവവിശ്വാസമാണ്. അയാൾ എന്ത് ചെയ്യാണ്, ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അയാൾക്ക് ഉറപ്പാണ് ദൈവം വന്ന് സഹായിക്കും. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അത്രക്കും ഫെയ്ത്ത് ആണ്, അത്രക്കും വിശ്വാസമാണ് ദൈവം അയാളെ സഹായിക്കുമെന്നത്. പക്ഷേ അല്ല, ആ ഒരു സമയത്താണ് അയാളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിലേക്ക് ഒരു വലിയ മീൻ പിടിക്കാനുള്ള ഒരു ബോട്ട് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ ആ ബോട്ടിലുള്ള ആള് ഇയാളെ കാണുകയും അവിടെ നിർത്തിയിട്ട് അയാളോട്, വേഗം വാ, ഞാൻ നിനക്ക് ഇതിട്ട് ലൈഫ് ബോട്ട് തരാം, ഇതിൽ കയറി വാ, നിന്നെ രക്ഷപ്പെടുത്താമെന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇയാള് പറയാണ്, നീ ഒന്നും വന്ന് എന്നെ രക്ഷിക്കണ്ട, എനിക്ക് എന്റെ ദൈവം നേരിട്ട് വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നു. ഓക്കെ, നീ ഒന്ന് ഞാൻ എന്റെ ദൈവത്തിനോട് നേരിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവമായിട്ട് ഭയങ്കര കണക്ഷനാണ്, ആ ദൈവം വന്ന് എന്നെ നേരിട്ട് വന്ന് രക്ഷിച്ചോളും, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയുന്നുണ്ട്, നമുക്ക് എന്താ വട്ടുണ്ടോ, എന്താ ആ ദൈവം പറഞ്ഞ അയച്ച ആളാണ് ഞാൻ, നീ കേറി വാ എന്നല്ല. പക്ഷെ ഇയാൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇയാൾ എന്ത് ചെയ്തു, പിന്നെ ഇയാൾക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ആ വലിയ കൂട്ടുകാരൻ അയാളെ വഴിക്ക് പോയി, ഇയാൾ ഇവിടുന്ന് കിടന്ന് ചാവുകയും ചെയ്തു. അപ്പൊ ഇതിലുള്ള സന്ദേശം എന്താന്ന് വെച്ചാല്, നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തന്നെ എല്ലാം വന്ന് തരുമെന്ന് അല്ല പറയുന്നത്. ദൈവം എല്ലാം തരുമെന്നല്ല, നേരിട്ട് വന്ന് തരുമെന്നല്ല പറയുന്നത്. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന വെച്ചാൽ ദൈവം തന്നെ നമുക്ക് കറക്റ്റ് ആളുകളിലേക്ക് നമ്മളെ എത്തിച്ചേരും. എവിടെയാണോ നമുക്ക് സൊല്യൂഷൻ, എവിടെ നിന്നാണോ നമുക്ക് കിട്ടേണ്ടത്, നമ്മൾ എവിടെ പോകണം, നമ്മൾ ആരിലേക്ക് കണക്ട് ചെയ്യണം, നമ്മൾ ഇനി എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത്, അടുത്ത സ്റ്റെപ്പ് നമ്മളിൽ നിന്ന് എന്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കറക്റ്റ് ഗൈഡൻസ്, കറക്റ്റ് ഡിവൈൻ ആയിട്ട് നമുക്ക് അതിലേക്ക് നമ്മളിലേക്ക് പെടും എന്നുള്ളതാണ്, നമ്മളെ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം. അതാവുമ്പോൾ നമ്മൾ മിസ്ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് ഒഴിവായി പോവാണ്. നമ്മൾ വഴി തെറ്റാനുള്ള സാധ്യത സീറോ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള നമ്മുടെ ചാൻസസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇപ്പുറത്ത് നമ്മൾ വിശ്വസിക്കുന്ന വേറൊരാളുണ്ട്. വിത്ത് ഫുൾ ഫെയ്ത്ത് നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരാളുണ്ട്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അവിടെ നിന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി കാണുമ്പോൾ, അവിടെ നിന്ന് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ വ്യക്തതയോടുകൂടി ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ അതിന്റെ കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു സാധനം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട്, ഇപ്പോഴത്തെ കാലത്ത് ഫുൾ കസ്റ്റമൈസേഷൻ ആണല്ലോ, പേഴ്സണലൈസേഷൻ ആണല്ലോ, അത് നമുക്ക് കറക്റ്റ് സാധനം നമുക്ക് കൊണ്ടു തരുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ടു കണക്ട് വിത്ത് അവർ ഡിവൈൻ സ്പേസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് പ്രശ്നത്തിന്റെ സോഴ്സ് എന്ന് ചിന്തിക്കാതെ പകരം ആ സൊല്യൂഷനിലേക്ക് ചിന്തിക്കുമ്പോൾ ആ സൊല്യൂഷൻ തരുന്ന ഏറ്റവും വലിയ ദാതാവ് ആരാണ്? ദ ക്രിയേറ്റർ. ആ ഒരു ക്രിയേറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ വി ആർ ബീങ് ഗൈഡഡ്, നമ്മൾ ഗൈഡഡ് ആണ്, എന്നെ നയിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഒരു ബോധ്യം വരും. നമ്മൾ ജനിച്ചത് മുതൽ ഈ ഭൂമിയിൽ നമ്മളെ ഇവിടെ നയിക്കപ്പെടുന്നുണ്ട്, അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് എപ്പോഴാണോ അത് ബോധ്യം വരുന്നത് അപ്പോഴാണ് നമ്മുടെ കണക്ഷൻ സ്ട്രോങ് ആവുക എന്നുള്ളത്. നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും അവിടെയുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും മിസ്സായി പോകുന്നത്. ഇപ്പൊ നമുക്ക് വെളിച്ചം വേണം, വെളിച്ചത്തിന്റെ ഭംഗി അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഗുണം നമ്മൾ എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? ഇരുട്ടാവുമ്പോഴാണ്. ഇരുട്ടാവുമ്പോഴാണ് നമുക്ക് വെളിച്ചത്തിന്റെ പ്രസക്തി നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വെളിച്ചം വേണമെന്ന് തോന്നുന്നത്. ഇതേപോലെയാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? വെളിച്ചം വരാൻ സമയമായിരിക്കുന്നു, നീ നിന്റെ ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചനയാണ്. ആ ഒരു ഫെയ്ത്ത് എലമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ കണ്ടാൽ ആക്ച്വലി നമ്മൾ അവിടെ ക്രിയേറ്റർ കോൺഷ്യസ്നെസ്സിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുകയും ചെയ്യും. നമ്മുടെ ലൈഫിനെ നമുക്ക് ഈസിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാക്ഷനിലേക്ക് പോവാതെ റെസ്പോൺസിലേക്ക് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മളെ കോച്ചായിട്ട് മാറാം. ഓക്കെ, നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കോച്ചായിട്ട് മാറി നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ ചിന്തിക്കാം എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ സൊല്യൂഷൻ കിട്ടും. നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വൈസ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. ഇങ്ങനെ വന്ന് ചേരുമ്പോൾ നമുക്ക് കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദെൻ വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. ഈ കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെ നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളത്, നമ്മൾ അൺലേൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യലല്ലേ. എന്തിനാ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ കാണാതെ പോയ പല കാര്യങ്ങളും എന്താ ചെയ്യാ, വീട്ടിൽ നിന്ന് പലപ്പോഴായിട്ട് മിസ്സായി പോയ കാണാതായി പോയ പല കാര്യങ്ങളും അപ്പോഴേക്കും നമുക്ക് കിട്ടുക. ഓ, ഇത് ഇവിടെ ഉണ്ടേനോ, ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, നമ്മളിങ്ങനെ ആലോചിക്കുക. നമ്മള് തൊട്ടടുത്തുണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അതായത് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഡീക്ലട്ടർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നല്ല തെളിച്ചത്തോട് കൂടിയിട്ടും വെളിച്ചത്തോട് കൂടിയിട്ടും നമുക്ക് കാണാൻ പറ്റും. ആ തെളിമയോടും വെളിച്ചത്തോടും കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മുടെ ലൈഫിനെ നമുക്ക് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ശ്വാസത്തിലും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് ഉണ്ട്, ആ ഒരു മൊമെന്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. അതിലൂടെ ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദാറ്റ് നമ്മുടെ മൈൻഡ് പവറിലൊക്കെ പറയുന്ന ഒരു സീക്രട്ട് ആണ്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തുന്ന ഒരു ഇതാണ്, അതായത് സെറ്റ് ഇറ്റ് ഫ്രീ. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണ്, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് ഇറ്റ് ബി ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ലെറ്റ് ഇറ്റ് ബി ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ. അതെന്താണ് അതിന്റെ പിന്നിലുള്ള സീക്രട്ട്? ഈ സെറ്റ് ഇറ്റ് ഫ്രീയും ലെറ്റ് ഇറ്റ് ബിയും ഒക്കെ പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഡീപ്പ് ഡിസയറും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൺട്രോളിലല്ല. പക്ഷെ ഡിസയർ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിങ്ങനെ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി പ്രെയർ ആണ്. അപ്പം പക്ഷെ ഈ പ്രാർത്ഥന പലപ്പോഴും പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാവുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കൂടി നമുക്ക് ഇതിലൂടെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയും ശരിയായ രീതിയിലുള്ള സറണ്ടറൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പം ആക്ച്വലി ഏറ്റവും ലാസ്റ്റിൽ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാല് നമ്മൾ ആ കണക്ഷൻ ആണ് റീബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഫെയ്ത്ത് എലമെന്റ് ആണ് റീബിൽഡ് ചെയ്യുന്നത്. നമ്മൾ പല കാര്യത്തിനും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലാത്തത്, ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള ധൈര്യം കിട്ടാത്തതോ അല്ലെങ്കിൽ പേടി മൂലം നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങാനോ ഉള്ള കാരണം എന്താ വെച്ചാല് നമുക്ക് നമ്മുടെ ആത്മാവിലുള്ള വിശ്വാസക്കുറവുണ്ട്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ആത്മാവിനെ അതായത് നമ്മള് ആത്മാവ് എവിടുന്ന് വരുന്നതാ? അവിടുന്ന് കിട്ടിയതാണല്ലോ, അവിടുന്ന് ഊതി തന്നതാണല്ലോ. അപ്പൊ ആ ആത്മാവിലുള്ള വിശ്വാസം നമുക്ക് ഇല്ലാത്തോടത്തോളം കാലം നമുക്ക് ഒരു കാര്യവും ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മളിപ്പോ കുറെ അല്ലാത്ത പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നോക്കിയാല് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവിനെ നമ്മൾ രണ്ട് കൈകളും കൂട്ടി നമ്മൾ അതിൽ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ബ്ലൈൻഡ് ഫെയ്ത്ത്. അതായത് ആരും എന്റെ കൂടെ അല്ലെങ്കിൽ കൂടി എന്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവുണ്ടല്ലോ, ആ ഒരു ആത്മാവിനെ ഞാൻ വിശ്വസിച്ച് ഞാൻ എന്റെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. കാരണം നമ്മള് ചാരി നിൽക്കുന്നത് ആരടുത്താണ്? ഇത് മുഴുവൻ സൃഷ്ടിച്ച ഒരാളടുത്തേക്കാണ് നമ്മൾ ചാരി നിൽക്കുന്നത്. ഈ നമ്മള് എന്തിനെയാണോ ഭയക്കുന്നത്, ആ ഭയക്കുന്ന ആളെ പോലും അല്ലെങ്കിൽ ആ ഭയക്കുന്ന കാര്യത്തിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള, ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ ഹയർ സോഴ്സിലേക്കാണ് നമ്മൾ ധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഉയർത്തുന്നത്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ധൈര്യം ഉണ്ടായാലും പിന്നെ വേറൊന്നും നമുക്കൊരു പ്രശ്നമല്ല, വേറൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം ആ ധൈര്യമാണ് ഏറ്റവും വലിയ ധൈര്യം. ആ ധൈര്യത്തിന് അപ്പുറത്തേക്ക്, ആ ഒരു വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് ഈ ലോകത്ത് തന്നെ വേറൊരു വിശ്വാസമില്ല, ഈ ലോകത്ത് തന്നെ വേറൊരു ധൈര്യമില്ല എന്ന നിലക്ക് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും അതായത് വിത്ത് അവർ മേക്കിംഗ് അവർ ഇന്റൻഷൻ, നന്മയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറകുവാണെങ്കിലും എന്ത് പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് മനസ്സിനെ സജ്ജമാക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു കാര്യത്തിന്, ആ ഒരു കയറിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ബിക്കോസ് എവ്രിതിങ് വിൽ ബി പ്രൊവൈഡഡ്. എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം അത്രക്കും പവർഫുൾ ആണ് ആ സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിലും കാണുന്ന കുറെ ആൾക്കാരുടെ അടുത്തല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഒരു 100 കിലോ അരി വേണം. ഈ 100 കിലോ അരി എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ടൗണിൽ ഞാൻ പോയി അന്വേഷിച്ചു. അവിടെയുള്ള എല്ലാ കടക്കാരടുത്ത് ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യാണ്, 88 കിലോ അരി കിട്ടി. പിന്നെ എന്നിട്ട് അവർ പറയാണ് ഇനി ബാക്കിയുള്ളത് വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ അടുത്ത ടൗണിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവിടെ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്, അല്ലെ? വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇത് ഇവർക്ക് ഇത് കൊടുക്കുന്ന, അതായത് ഈ ഹോൾസെയിൽ ഡിപ്പോ എന്നായിരിക്കല്ലോ അവരിത് പോയി ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് പോയിട്ട് നമ്മൾ ആ ഹോൾസെയിൽ ഡിപ്പോയിൽ പോയിട്ട് നമ്മൾ ഈ 100 കിലോ അരി വേണമെന്ന് പറയണെങ്കിൽ ഒറ്റയടിക്കാൻ 100 കിലോ അരി ഒറ്റയടിക്ക് വാങ്ങിച്ചു പോകുന്നൂടെ? നമ്മിങ്ങനെ ഇവിടുന്നും ആയിട്ട് ഇങ്ങനെ ശേഖരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ദിസ് ഇസ് വാട്ട് വി ഡു. അതായത് നമ്മൾ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ ക്രിയേറ്റർ കോൺഷ്യസ്നസ്സുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈൻ സ്പേസിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹോൾസെയിൽ ഡിപ്പോയിലേക്കാണ് കണക്ട് ചെയ്തത്. ആ ഹോൾസെയിലുമായിട്ട് കണക്ഷൻ ഉണ്ടായാൽ പിന്നെ നമ്മൾക്ക് എന്ത് പേടിയാണ്? എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നാൽ പിന്നെ നമ്മളെ മൈൻഡ് കാം ആവൂലേ? പിന്നെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റൂലേ? പിന്നെ നമുക്ക് എവിടെയെങ്കിലും അടിപതറി പോവോ? നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ ആടി ഉലയോ? ഇല്ല. ഈ നമ്മൾ എവിടെയും നമ്മൾ തകരില്ല, ആർക്കും നമ്മൾ തകർക്കാനും പറ്റില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടാവും. ബട്ട് എവിടെയും നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ തകർക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല, നമ്മളും തകരില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ട്. സോ കൾട്ടിവേറ്റിംഗ് ദിസ് ഫെയ്ത്ത് ഇൻ us ഇസ് എ സൊല്യൂഷൻ ടു എവറിത്തിങ് ഇൻ അവർ. ഈ ഒരു ഫെയ്ത്തിനെ നമ്മൾ എത്രത്തോളം നമ്മൾ പോളിഷ് ചെയ്ത് സ്ട്രോങ് ആക്കി ആ ഒരു കണക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അന്ന് മുതൽ നമ്മളെ രക്ഷപ്പെട്ടു. ഇപ്പൊ മുതൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മളെ ലൈഫ് ഫ്രീ ആയി, പിന്നെ നമ്മളെ ലൈഫ് ഫ്ലോയിലായി.
ഫ്ലോയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഫ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഞാൻ നിർത്താണ്. ആൻഡ് താങ്ക് യു എവറി വൺ, താങ്ക് യു സോ മച്ച്.